ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കർക്കിടക മാസം കറുത്ത വാവിന് വേലിയിടുന്നത് എല്ലാവരും വേലിയിടുന്നത്. അപ്പൊ ഹിന്ദുക്കള് എല്ലാവരും പോയി ഏറ്റവും നല്ല മണപ്പുറത്ത് പോയിട്ട് വേലിയിടുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങക്ക് ഇവിടെ അടുത്താണോണ്ട് ഞാൻ ആലുവ ക്ഷേത്രത്തിലാണ് പോണത്. മണപ്പുറത്തൊക്കെ വെള്ളം കയറി കിടക്കണമെന്നാണ് പറയണത്. അപ്പൊ മണപ്പുറത്തില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ആശ്രമമുണ്ട്. ആശ്രമത്തിൽ പോയിട്ട് വേലിയിട്ടിട്ട് തിരിച്ചു വരാതെ. അപ്പൊ പോണ വഴിക്ക് ഒരു ബ്ലോഗ് എടുക്കാന്ന് വെച്ചാൽ. അപ്പൊ ഇന്നൊക്കെ റോട്ടിൽ നല്ല തിരക്കായിരിക്കും. എന്താന്ന് വെച്ചാൽ തിരക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ തിരക്കുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറെ ഇതായിരിക്കും. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ. അപ്പൊ അടുത്തുള്ളവരൊക്കെ ആശ്രമത്തിൽ വന്ന് വേലിയിട, അല്ലെങ്കിൽ മണപ്പുറത്ത് വന്ന് വേലിയിട, അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പൊ നമുക്ക് മണപ്പുറത്ത് ആദ്യം പോയി നോക്കാം. മണപ്പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ വേലിയിടണുണ്ടെങ്കിൽ ഞാൻ അവിടെ വേലിയിടാന്ന് വിചാരിക്കാണ്. അത് അവിടെ വേലിയിടണില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ആശ്രമമുണ്ട്, അവിടെ പോയി വേലിയിടാന്ന് വിചാരിച്ചാണ്. അപ്പൊ കർക്കിടക മാസത്തിൽ ഇന്ന് കറുത്ത വാവും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഈ കർക്കിടക മാസം കറുത്ത വാവിന് മരിച്ചു പോയവർക്ക് വേലിയിടുന്ന പുണ്യമാണെന്നാ പറയണത്. അവരുടെ ആത്മാവിന് പുണ്യമാണെന്നാ പറയണത്. അപ്പൊ ഇന്നലെ തൊട്ട് നമ്മള് അരിയുടെ ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് വല്ല ഗോതമ്പോ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ് ഇന്ന് പോയിട്ട് വേലിയിടാൻ പോണത്. അപ്പൊ നമുക്ക് മണപ്പുറത്തേക്ക് പോയി നോക്കാം. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ വേലിയിടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ആശ്രമത്തിൽ പോയിട്ട് വേലിയിട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നല്ല ഞാനിന്ന് ഇൻട്രോ എടുക്കണത്, നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഇൻട്രോ എടുക്കണത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് പോയിട്ട് പോവാം. ഞങ്ങളത് വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പൊ അമ്പലത്തിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. അപ്പൊ വണ്ടി ഇങ്ങോട്ട് വിടണില്ല. എല്ലാത്തന്നെ വണ്ടി നമ്മൾ ആലിഞ്ചോട്ടി കൊണ്ടുപോയിക്കണേണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിലേക്കാണ് പോണത്. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വലിയിടുന്നുണ്ടെന്ന് തോന്നണം അവിടെ. എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. അപ്പൊ വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടണില്ല. അവിടെ പാർക്ക് ചെയ്യാൻ ചിലപ്പോ വെള്ളമൊക്കെ അതിനാണ്ട് സ്ഥലം ഉണ്ടാവൂലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് വിടാത്തത്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകണ്ടിരിക്കണം. ഇവിടുന്ന് ഇത്തിരി അങ്ങോട്ട് നടക്കണം കേട്ടോ. അമ്പലത്തിൽ ചെന്നിട്ട് അറിയാൻ പാടുള്ളൂ അവിടെ എങ്ങനെയൊക്കെയാണ് വേലിയിടുന്നത്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ. ഭക്തജനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. വെള്ളം തെറിച്ചിട്ട് എന്താ ചേച്ചി നീ എടുത്തോ. ചേർന്നത് മതി മതി. അവിടെ ഇരുന്ന് കഴിക്കാം. ഇതെവിടെ ഒന്ന് വയ്ക്ക. വെയിലത്തോടെ നടന്ന് വേർത്ത് കുളിച്ചട്ടാ. ഇനിയിപ്പോ നടന്ന് ഇനി അങ്ങോട്ട് വണ്ടി വെച്ചോടത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന്. 2 കിലോമീറ്റർ നടന്നട്ടാ വേർത്ത്. ഞാൻ അങ്ങോട്ട് നടക്കണം 2 കിലോമീറ്റർ. എന്റെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ചിലപ്പോ ഞാൻ ചേച്ചിയുടെ വീട്ടിലും കൂടി ഒന്ന് പോയിട്ട് അങ്ങനെ പോകുള്ളൂ. ചേച്ചി അവിടെ ഉണ്ടോന്നൊന്ന് വിളിച്ചു നോക്കണം.
ഇത് തൊട്ടടുത്തിന് അത് ഇപ്പൊ നമുക്ക് മണപ്പുറത്തോട്ട് അങ്ങാട് അമ്പലത്തിന്റെ അങ്ങാടൊന്നും ഇറക്കണില്ല കേട്ടോ. അവിടെ വെള്ളം കയറിയാൽ കെട്ടി പോലീസുകാരൊക്കെ എന്നോട് കെട്ടി. അപ്പൊ ഇറങ്ങി വന്നോടെ തന്നെ ഒരു ഹാള് പോലെ കെട്ടിയിട്ട് അവിടെയാണ് ഇതൊക്കെ ചെയ്യണത്, വലിയൊക്കെ ഇടുന്നത്. ഓട്ടുപാത്രം നിലവിളക്കൊക്കെ വെളുപ്പിക്കാം. അത് നോക്കട്ടെ, ഇതെന്താ സാധനം? ബ്രാസാണ് ബ്രാസ്. ഒന്ന് മണത്ത് നോക്കിക്കാണ്. നല്ല വാസന. മണക്കാമോ? ഓ പിന്നെന്താ. ഇതൊക്കെ ബ്രാസന്നല്ലേ പറഞ്ഞത്? ആ ബ്രാസ. ഇത് നമ്മുടെ നിലവിളക്കൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളക്കുന്ന പറയണത്. അപ്പൊ ഞാൻ 50 രൂപയാണ് ഒരെണ്ണം മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വിളക്കൊക്കെ ഒന്ന് തേച്ച് നോക്കാം. എന്ത് പിച്ചളയുടെ പാത്രമാണെങ്കിലും തേച്ച് വെളുപ്പിക്കാതെ. അപ്പൊ കിണ്ടി നിലവിളക്കൊക്കെ തേക്കാൻ വേണ്ടി നല്ലതാണല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തേച്ച് നോക്കാം. ഈ മുറത്തിന് 100 രൂപ. 3 മുറത്തിന്, ഒരു വലിയ മുറം ഒരു ചെറിയ മുറം, അതിന്റെ ഒരു ചെറിയ മുറം. അപ്പൊ ഞാൻ 3 മുറം മേടിച്ച് 100 രൂപയുള്ളൂ. അപ്പൊ നമുക്ക് സവാളയൊക്കെ പച്ചമുളകൊക്കെ ഇട്ട് അരിയാല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മുറം മേടിച്ചത്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് അപ്പൊ മുറം ഇരിക്കട്ടെ, മുറം ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. ചേട്ടാ ഇത് കവറിലിട്ട ആയുഷരേഖ 1, ബുദ്ധിരേഖ 2, ആയുഷരേഖ 1, ബുദ്ധിരേഖ 2, ഹൃദയരേഖ 3. കാഴ്ചക്കാർ കാണുന്ന ആൾക്കാർക്ക് മനസ്സിന് ദുഃഖമില്ല, പ്രയാസമില്ലെന്നാണ് വിചാരം. നിങ്ങളുടെ ദുഃഖം പറഞ്ഞാൽ ആരും കേൾക്കത്തേ ഉള്ളൂ, വിശ്വസിക്കില്ല. സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കപ്പെട്ടവൾ, സ്നേഹിച്ചവരിൽ നിന്ന് പറ്റിയ വിഷമസ്ഥിതി പറഞ്ഞാൽ തീരുവില്ല. സ്നേഹിച്ച ആൾക്കാരിൽ നിന്നും സംഭവിച്ച വിഷമസ്ഥിതികൾ പറഞ്ഞാൽ തീരുവില്ല. അതുകൊണ്ട് ആരെ സ്നേഹിച്ചാലും അവരെ മനസ്സ് മനസ്സിലാക്കാൻ മാത്രമേ സ്നേഹിക്കാവൂ. ഈ ബുദ്ധി പഠിച്ചില്ലല്ലോ? പഠിച്ചോ? ഇല്ല. ബാല്യം 14 വയസ്സുകൾക്ക് മുകളിൽ, 18 വയസ്സുകൾക്ക് താഴെ സ്നേഹം കൊണ്ട് ദുഃഖങ്ങൾ സാധിക്കുമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ മായമില്ലാതെ ഹൃദയം തുറന്നു കാണിച്ചു. അങ്ങനെ പറ്റിയ ചില ദുഃഖങ്ങൾ പറഞ്ഞാൽ തീരൂല. ബുദ്ധിമോശങ്ങളൊക്കെ പറ്റിപ്പോയി. ശരിയാണോ? ഇതെല്ലാം നിങ്ങളുടെ സഹപാഠികളാണ്. നിങ്ങൾ പലവരെയും സ്നേഹിക്കുന്നു, പലരെയും സഹായിക്കുന്നു, വഴിയുള്ളതൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ ദുഃഖം ചോദിക്കാൻ ആളില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ ചോദിക്കാത്തവരെ നിങ്ങൾ സ്നേഹിച്ചിട്ടെന്ന് കാര്യം? മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ആഗ്രഹിച്ച ശേഷമേ നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും പറയാവൂ. ഇതാണ് നിങ്ങളുടെ ജീവരേഖ, ആയുർരേഖ. ശാസ്ത്രപരമായി നോക്കുമ്പോൾ ആയുഷ് നിങ്ങൾക്ക് കുറവല്ല, ദീർഘായുസ് കഴിയാണ്. മനസ്സ് പറയുന്നു ചില സമയങ്ങളിൽ, എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് ആയുസ്? ഹൃദയവേദനകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഭൂമിയിൽ നിന്ന് പോയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ മനസ്സ് പറയും. ശരിയാണോ? അതൊക്കെ വെറും മണ്ടത്തരമാണ്. മരണം പ്രതികാരമല്ല, പീതുത്വം മന്ദബുദ്ധിയാണ്. ആയുഷ് നിങ്ങൾ ദീർഘായുഷ്കാരിയാണ്. നാളെന്താ? കാർത്തിക. കീർത്തിയാക്കണം എന്നുള്ളതാണ്. കീർത്തി എന്ന് വെച്ചാൽ രണ്ടുണ്ട്, ദുഷ്കീർത്തിയുണ്ട്, വിജയകീർത്തിയുണ്ട്. ഇത്രയും പറഞ്ഞാൽ വിശ്വാസമുണ്ടോ? അനുഭവമാണോ? കള്ളമുണ്ടെങ്കിൽ പറയണം, എങ്കിലേ എനിക്ക് ശരി. അല്ല, നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് തുറന്നു പറയാമല്ലോ. സത്യം പുറത്തു പറയണം, അതാണ് ശരി. അതെ, ഇതാണ് നിങ്ങളുടെ ഗുരുമണ്ഡലം. നിങ്ങൾ മതഭേദം വെച്ച് ആരും സ്നേഹിക്കുന്ന ആളല്ല. നിങ്ങൾ മതഭേദം വെച്ച് ആരും സ്നേഹിക്കപ്പെട്ടവളല്ല. നിങ്ങൾക്ക് സമ്പത്ത് ജനപ്രിയമാണ്. ജനങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണുനീരും മാറുന്നില്ല. ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ന്യായമായ ഒരു ചാർജ് തരുമല്ലോ, സംഭാവന തരുമല്ലോ. അപ്പൊ തീർത്ത് കേൾക്കണ്ടേ? കേൾക്കാൻ യോഗമില്ലല്ലോ. ഒരു കൈ നീട്ടം പോയി ചായ കുടിക്കട്ടെ. ഇതുപോലെ ആക്കി അടിക്കൊന്നും അറിയണ്ട. എന്താ ടൈഗർ 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 അമ്മോന്റെ ടൈഗർ.
എന്ത് പറ്റി മോന്? എന്ത് പറ്റിയാ? പക്ഷെ ഇത് തന്നപ്പോ എന്ത് വലിയ നല്ല ഉരുണ്ട് വളർച്ച പറ്റിയ ഞാൻ ഇതിനെ അങ്ങാടെ വൈക്കത്തുനിന്ന് പോന്ന് കഴിഞ്ഞപ്പോഴേ പക്ഷെ എനിക്ക് കാണാൻ പോലും പറ്റുള്ള ഭയങ്കര സങ്കടമായി. ബ്രെഡ് എന്തൊരു ഇഷ്ടവന്. ബ്രെഡും പാലും കൊടുത്ത കുഞ്ഞിലെ വളർത്തിയത് ഞാൻ. ഞാൻ വെളിയിടാൻ വന്ന ആളുമില്ല. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ വീട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വല്ല എടാ അന്ന് അപ്പുറത്തെ കേട്ടീണ ആണാ? ഇത് കടിക്കോ? കടിക്കൂടാന്ന് പിടിച്ച് കടിക്കും. നിങ്ങോട് പിടിച്ചേ. എന്റെ ടൈഗറിന്റെ അടുത്ത് കോട്ടെ ആണാ? ഇതിനൊന്ന് അയച്ചു മാറ്റി വെച്ച്. ഇത് എനിക്ക് പേടിയാണ് ഇത് കണ്ടിട്ടില്ലല്ലോ. ഞാനപ്പോ ഇവിടെ വന്നത് ചേച്ചിനെയൊക്കെ കണ്ട് പിന്നെ എന്റെ ടൈഗറെയൊക്കെ കണ്ട് അവന് രണ്ടുകൂടി ബ്രെഡൊക്കെ വാങ്ങിച്ചോണ്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ്. ഭയങ്കര വിഷമം വഴിയിട്ടാ. കൊടുത്തെങ്കിലും ഭയങ്കര സ്നേഹം അവനോട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനും ഓർക്കും. പിന്നെ വരുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊണ്ട് ഇട്ട് കൊടുക്കും. പോകുമ്പോ പിന്നെ തിരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ റൂബി ഉള്ളതാണ്. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.